എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ അതേ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജില് ഫോട്ടോസും ആ വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഹായ്, നമസ്കാരം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണകുമാർ ഫാമിലി മൊത്തത്തിൽ എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം മുന്നെയാണ് അഹാനയുടെ ഷോപ്പിനെ കുറിച്ചിട്ട് കുറച്ച് കംപ്ലയിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതായത് 5000 രൂപയുടെ സാരി 10,000 രൂപയ്ക്കുള്ള ആ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ദിയ കൃഷ്ണയുടെ ഓബയോസി എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിനെതിരെയും കംപ്ലയിൻസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത് ആർത്തിമൂത്ത് ഭ്രാന്തായതാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അഹാന കൃഷ്ണ 5000 രൂപയ്ക്കുള്ള സാരി 10,000 രൂപയ്ക്ക് വിൽക്കുന്നു. ഓസി അതിൽ നിന്നും ഓവർ റേഞ്ചിൽ കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരു വോയിസ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു കസ്റ്റമറിന്റെ വോയിസ് ആണ് കേട്ടോ. ആ ഒരു വോയിസ് കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പക്ഷെ അവരത് പർച്ചേസ് ചെയ്തിട്ടില്ല. അപ്പം ചെയ്തിട്ടുണ്ട്, അത് മേടിച്ചിട്ട് നമ്മൾ പോയിട്ട് അതിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതവർ പർച്ചേസ് ചെയ്യാണ്ടാണ് ആ ഒരു സാധനത്തെ കുറിച്ചിട്ട് അത് ക്വാളിറ്റി ഇല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത്. ചിലപ്പം ഓവർ പ്രൈസ് ആയിരിക്കാം. അതൊക്കെ എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് കേട്ടിട്ട് നമുക്കൊന്ന് വരാം. എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ അതേ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജില് ഫോട്ടോസും ആ വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നല്ല സാധനം കിട്ടും എന്നുള്ളൊരു. അവിടെ ചെന്നപ്പം മറ്റേ കേസിലൊക്കെ ഉണ്ടായിരുന്ന കർണാടക കൺസൽ സ്റ്റാഫ് അവരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. എന്റെ കൂട്ടത്തിൽ എടുത്ത് കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനം വരുന്നുണ്ടായിരുന്നത്. എന്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് 2 ജൂനിയേഴ്സ് ഇടുന്ന പോലൊരു ലിപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് വന്നപ്പോ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും കുറച്ച് ചിലപ്പോ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും, വേറെ നല്ലത് കാണുന്നു വിചാരിച്ചു. അങ്ങനെ വേറെ ചോദിച്ചപ്പോ എടുത്തു തരാൻ വയ്യ, അത് മെയിൻ കാര്യം. എങ്ങനെയെങ്കിലും എടുത്തു തന്നു. അത് നോക്കിയപ്പോ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് കണ്ടത് മൊത്തം ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാല് ഒരു ലോക്കൽ ഇത് തോന്നും. അന്ന് എങ്ങനെയായിരുന്നു, നമുക്ക് കൂടുതൽ ടൈം കൊണ്ട് നിൽക്കാൻ പോലും തോന്നില്ല. നമ്മള് പെട്ടെന്ന് ഇറങ്ങി. ഇല്ല നമ്മള് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. 2 കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എടുക്കാണ്ടിരുന്നത്. മെയിനായിട്ട് സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതൊരു ക്വാളിറ്റി നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാ പോയത്. അതിന് ഇടാൻ പറ്റുന്ന ഇവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എടുത്ത് തരാൻ ഇൻട്രസ്റ്റും ഇല്ല. സ്റ്റാഫ് ഒന്നും ഒട്ടും ഒരു താല്പര്യം ഇല്ലാതെയാണ് എങ്ങനെയാണ് നോക്കിക്കോ എന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ലതായിരുന്നു, കേൾക്കുമായിരുന്നു. ഈ ഒരു വോയിസിൽ പറയുന്നത് അവർ പർച്ചേസ് ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ സാധനങ്ങളൊന്നും അധികം കൊള്ളത്തില്ല, പിന്നെ സെലക്ഷൻ ഇല്ല, ക്വാളിറ്റി ഇല്ല, അതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു ഡൗട്ട്, ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നതും 2024 നടന്നൊരു സംഭവമാണ്. ഇപ്പം 2026 പകുതിയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്തിനാണ് അവർ ഈ ഒരു വോയിസ് ഇട്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും അവർക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അവരുടെ കസ്റ്റമറിന്റെ റിവ്യൂ കാണുമല്ലോ, അവർക്ക് ലെറ്റർ എഴുതിയിടാം. ഇന്നതുപോലെ നിങ്ങളുടെ കടയിലെ ഷോപ്പിൽ ഇന്ന കാര്യങ്ങളാണ്, കൊള്ളത്തില്ല, സെലക്ഷൻ ഇല്ല എന്നൊക്കെ ഉള്ളൊരു പരാതി അവർക്ക് ആ ഒരു ഇതിലിടാം. എല്ലാ ഷോപ്പുകളും അങ്ങനെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ ആയിട്ട് അവർ എഴുതി വെച്ചിട്ട് പോകും, അങ്ങനെയൊക്കെ കാണും. അപ്പം അങ്ങനെ ചെയ്യാം. പക്ഷെ അതൊന്നും അവർ ചെയ്യാണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വോയിസ് അവർ പിന്നീട് ഒരു സമയത്ത് ഇട്ടത് എന്നറിയത്തില്ല. അപ്പോൾ പിന്നെ മാത്രമല്ല, ഈ ഒരു 2024 ആ ഒരു സമയങ്ങളിലൊക്കെ, ആ ഒരു വർഷത്തൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന മറ്റു പഴയ സ്റ്റാഫുകളായിരുന്നു. അപ്പോൾ ആ സ്റ്റാഫുകളുടെ ക്യാരക്ടർ അധികം ശരിയല്ല, എടുത്തു തരുന്നില്ല, കാണിച്ചു തരുന്നില്ല, അങ്ങനെയൊക്കെ ഭയങ്കര മടിയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ എന്തായാലും ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി അയാളും കൂടി പറയണ്ടേ. അപ്പം നമുക്ക് ജസ്റ്റ് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. നമ്മൾ കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് ഉള്ള വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവയിൽ വരച്ചു വെച്ചേക്കുന്നതാണ്. കുറച്ച് കളക്ഷനാണ് നമുക്ക് ഫുൾ എടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. അതായത് ഇതാണോ ഇനി അവര് കൊറിയർ ചെയ്യുന്നത്, അത് ഇനി പ്രീമിയം സാധനങ്ങൾ വേറെ
മാറ്റി, അതായത് ഇപ്പൊ വന്ന് കയറാൻ നേരത്തെ അവരുടെ ലുക്കോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കണേന്നൊന്നും അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാൻ നേരത്താണെങ്കിലും ഒരു മൈൻഡും ഇല്ല, പോണേ പോയിട്ട് വരണേ വരട്ടെ. എനിക്ക് അന്ന് അതൊക്കെ പീക്ക് ടൈമായിരുന്നു തോന്നുന്നു, മറ്റേ പറ്റിക്കുന്നതിന്റെ. സാധനം കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലുക്കുള്ള സാധനം ആയിരിക്കും എന്ന്. പക്ഷേ എടുത്തു തരുന്ന സാധനം നമ്മളിങ്ങനെ മീഷോയില് നല്ല സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ക്വാളിറ്റി കൊണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് വാങ്ങിക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഹസ്ബൻഡും പറയുന്നത്, ക്വാളിറ്റി ഇല്ല. പിന്നെ ചില കടയിലുണ്ട് നോക്കുന്നുണ്ടെങ്കിൽ നോക്കട്ടെ, പോകുന്നുണ്ടെങ്കിൽ പോകട്ടെ. അങ്ങനെ നമ്മൾ ഇപ്പം എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് നിന്നത്. അത് ഏത് കടയെന്ന് ചോദിച്ചാൽ നമ്മുടെ കല്യാൺ സാരീസ് ആണ്. അപ്പോൾ ഇപ്പം ട്രിവാൻഡ്രത്തില്ല, കല്യാൺ സിൽക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ ജോലി ചെയ്തുകൊണ്ട് നമുക്കറിയാം, തുണിക്കടയിൽ വരുന്ന സമയത്ത് ആൾക്കാർ കാണിക്കുന്ന കുറേ കാര്യങ്ങൾ. കാരണം ചുമ്മാണ്ട് കയറി വന്നിട്ട് ഇങ്ങനെ വലിച്ചു വാരിയിടും. അപ്പം നമുക്കാണ് വഴക്ക് കിട്ടുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ വെഡ്ഡിങ് എന്ന് പറഞ്ഞ് നോക്കാനൊക്കെ ഒരുപാട് കസ്റ്റമർ വരും. നമ്മൾ വരുമ്പോഴത്തേനും അവർ അങ്ങ് വിളിച്ചുകൊണ്ട് പോകും. പക്ഷേ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് അവർ ഇപ്പം എടുക്കും പിന്നെ എടുക്കും എന്ന് പറഞ്ഞിട്ട് ആ അട്ടിമേലിരിക്കുന്ന പല സാധനങ്ങളും, അത്രയും സാരികളും ഒരു 2500 തൊട്ട് തുടങ്ങി പിന്നെ അവസാനം 15 20 25 വരെ നോക്കിയിട്ട് ഒരു സാരി പോലും എടുക്കാതെ പോയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന വ്യക്തി ഇങ്ങനെ എടുക്കാനില്ല. പിന്നെ കയറി നമുക്ക് മനസ്സിലാവും ഇന്ന വ്യക്തി എടുക്കാനല്ല വരുന്നത്. കാരണം അവർ ചുമ്മാ വാരി വലിച്ചിടാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവർക്കറിയത്തില്ല അവിടെ നിൽക്കുന്നവരുടെ വേദന വിഷമങ്ങളൊന്നും അവർക്കറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള കസ്റ്റമറും ഉണ്ട്. പിന്നെ കാണിക്കാൻ മടി. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തതാണ്. അപ്പം നമ്മൾ വേറൊരു ഷോപ്പിലോട്ട് എന്തെങ്കിലും ഒരു കുഞ്ഞ് ഡ്രസ്സ് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിശയം തോന്നും. കാരണം ഒരു ഇതില്ല, ഒരു ഡ്രസ്സ് എടുത്താൽ രണ്ടാമത്തെ ഡ്രസ്സ് എടുക്കാൻ അവർക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ അവരെടുക്കത്തില്ല. പിന്നെ നമ്മളിങ്ങനെ നോക്കണം, നമുക്കറിയാൻ പറ്റുമോ അവർ കവറിൽ പൂട്ടിക്കെട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഏത് ടൈപ്പ് സാധനങ്ങൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അവരെടുത്ത് കാണിച്ചല്ലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ കാണിച്ചിട്ട് 2 കാണിച്ചിട്ട് പിന്നെ അത് നിർത്തിയിട്ട് പിന്നെ അവസാനം ഒരുമാതിരി രൂക്ഷമായിട്ട് നമ്മൾ നോക്കുന്ന പല പൊതുവെയുള്ള ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഇത്രയും വലിയ ഷോപ്പിൽ നിന്നിട്ട് ഇത്രയും ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും എടുത്ത് നിരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പോലും ഇങ്ങനെ മുഖത്ത് പോലും നോക്കുന്നില്ല. പക്ഷെ 2 ഡ്രസ്സ് ഇട്ട് തരുമ്പോൾ ആൾക്കാർക്ക് എന്താണ് ഇത്ര ദേഷ്യം എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ലാഭം എടുക്കാനായിരിക്കുമല്ലോ നോക്കുന്നത്. ഇപ്പം 100 രൂപ ലാഭം എടുക്കാൻ നോക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ അവരെങ്ങനെ നോക്കിയാലും ഒരു മാക്സിമം ഒരു 1000-നുള്ളിൽ അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ അവരൊരു സാധനം ചൂസ് ചെയ്യത്തുള്ളൂ. പ്രത്യേകം നമ്മളില്ല, അവരാണ് ടാഗ് അടിക്കുന്നത്, എത്ര എമൗണ്ട് ഫിക്സ് ചെയ്യുന്നത് ആ ഒരു കടയിലുള്ള. ഇപ്പം ഈ ഒരു ക്വാളിറ്റിയുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഒരു റേറ്റ് ഫിക്സ് ചെയ്യുന്നത് അത് ആ ഒരു കടയുടെ ആരാണോ റേറ്റ് ഇടുന്നത് അവർ തന്നെയാണ്, ആ ഒരു ഉടമ തന്നെയാണ്. അല്ലാണ്ട് ഈ ഒരു സ്റ്റാഫുകളൊന്നുമല്ല. എന്തായാലും അവരുടെ ക്വാളിറ്റിയില്ല ഇതും ഈ ഒരു ക്യാഷിൻ്റെ റേഞ്ച് ബേസ് അനുസരിച്ചിട്ടോ ഒന്നും ചെയ്യുന്നത് അവരാരുമില്ല. അപ്പം പിന്നെ അവർക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ആ ഒരു സമയത്തും കൂടി പറയുന്നത്. നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് ചുമ്മാതെ കളയാണ്ട് നോക്കിയാൽ അത്രയും നന്നായിരിക്കും. കാരണം ഓൺലൈനിൽ കാണുന്ന പല സാധനങ്ങളും നമുക്കറിയാം എല്ലാം ശരിയായിട്ടുള്ളതല്ല. അതിനെക്കാട്ടിലും സൂപ്പർ ഐറ്റംസാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. മീഷോയിൽ നിന്ന് തന്നെ ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അനുഭവമുണ്ട്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം അതിലുള്ള സാധനങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഓരോ സാധനങ്ങളുടെ റേറ്റ് നമ്മൾ അന്ത് വിട്ടും. ചിലപ്പോൾ 200 രൂപ, ചിലപ്പം 200-നകത്ത് അത്രയും വലിയ ക്വാളിറ്റിയൊക്കെ ഉള്ള സാധനം. പക്ഷേ അതിൻ്റെ കളറൊന്നും പോകത്തില്ല കേട്ടോ. ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണം. ഈ പുറത്ത് വേറെ ആൾക്കാർ പ്രൊമോഷൻ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഉള്ള സാധനങ്ങൾ സെയിം ഒരു 5 എണ്ണമൊക്കെ 190 രൂപ, 150 രൂപ അങ്ങനെയൊക്കെ കൊടുക്കുന്നതും അങ്ങനെ ഞാൻ ഒരുപാട് ഇത് കണ്ടു. അപ്പം ഒരുപാട് റിവ്യൂസ് നോക്കിയപ്പോൾ ഒരുപാട് പേര് മേടിച്ചിട്ടുമുണ്ട്. അതിന് നല്ല റിവ്യൂസും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി എന്നൊക്കെ ഒന്നും കൂടി ഒന്ന് തീരുമാനിച്ചിട്ട് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ ആലോചിക്കുക, നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ടുപോയി വേറെ ആളുടെ ബക്കറ്റിലേക്ക് ഇടുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് ഒന്ന് ആലോചിക്കോ, 1-2 തവണ ആലോചിക്കുക. നമുക്ക് ഇത് വേണോ, ഒരു മീഷോ, ഫ്ലിപ്കാർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി എന്നൊക്കെ ഒന്നും കൂടി ഒന്ന് തീരുമാനിച്ചിട്ട് ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പം എന്തായാലും ലാസ്റ്റ് ഒരു വീഡിയോ കൂടെ കാണാം കേട്ടോ. ഈ ഒരു ദിയ കൃഷ്ണയുടെ തന്നെയാണ്, ഒരു ഇന്റർവ്യൂവിൻ്റെ പോലത്തെയാണെന്ന് തോന്നുന്നു. നോക്കാം. ആയിട്ടല്ല, എന്നാലും ഒബയോസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അവർക്കൊക്കെ ലക്ഷങ്ങൾ കിട്ടേണോ? ഞാൻ 65 ലക്ഷം രൂപ പോയിട്ട് അറിഞ്ഞില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെയാവുന്ന 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ? 65 ലക്ഷം രൂപ പോയത് ഒരു മനുഷ്യനെ അറിയുന്നേ ഇല്ല. അപ്പൊ അയാൾ അത്രയും റിച്ച് അല്ലേ? 65 ലക്ഷം രൂപ മറ്റൊരു പോയൊരു പോയിന്റ്. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് 5000 രൂപ പോയി കഴിച്ചെന്ന് അറിയോ?
അറിയോ? അറിയും. 65 ലക്ഷം രൂപ അറിയോ? അല്ല അറിയില്ലടി. ഞാനറിയാം. അപ്പൊ നമ്മളൊക്കെ അറിയും, അപ്പുറത്തെ ഒരു മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ അയാൾ അത്രമേൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് 65 ലക്ഷം രൂപ പോയിട്ടും ഈ ഒരു വ്യക്തി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. 65 ലക്ഷത്തിനെക്കാട്ടിലും നേരത്തെ കുട്ടി അവർക്ക് പ്രോഫിറ്റ് ഉണ്ടായിരുന്നായിരിക്കാം. അതുകൊണ്ട് അവർ ആ ഒരു 65 ലക്ഷം അവർ കണ്ടിട്ടില്ല, അതങ്ങ് കാണാത്ത രീതിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെയാണ് ഇതുപോലെ മോഷണങ്ങൾ നടക്കുന്നു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് എന്തായാലും 65 ലക്ഷം അല്ലേ അത്രയും ഉണ്ടായിരുന്നു, എൻ്റെ പ്രോഫിറ്റ് ഇത്രയും നഷ്ടപ്പെട്ടു എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം അത്രയ്ക്ക് മാത്രം അവർക്ക് ക്യാഷ് അവിടെ വരവുണ്ട്, അത്രയും ക്യാഷിന്റെ വരവുള്ളത് കൊണ്ടാണ് അവർ അത്രയും ശ്രദ്ധിക്കാത്തത്. അപ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്ന് ആലോചിക്കുക, നമ്മുടെ കയ്യിലെ കാശ് കൊണ്ട് മറ്റുള്ളവരുടെ പെട്ടിയിലോട്ട് ഇടുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 1, 2, 3 തവണയെങ്കിലും പല ആപ്പുകളിലും ഒന്ന് നോക്കിയിട്ട്, കാരണം ഈ ഒരു പ്രൊമോഷൻ കണ്ട് മേടിക്കുന്നതിനെക്കാട്ടും നമ്മൾ അന്തസ്സായിട്ട് നമുക്ക് വേറെ ഈ ഒരു ആപ്പിൽ നിന്നൊക്കെ മേടിക്കാം. കാരണം അത് നമുക്കൊരു സമാധാനമുണ്ട്, ഡെലിവറി ഉണ്ട്, റിട്ടേൺ ഉണ്ട്, 7 ദിവസത്തിനുള്ളിലാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം, അതൊന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചില വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഭംഗിയായിരിക്കും, പക്ഷേ തിരിച്ച് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് അത് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ വിചാരിക്കും അയ്യോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലായിരിക്കും. അതിനെക്കാട്ടും നല്ലതാണ് നമ്മൾ ഈ ഒരു അല്ലാത്ത ഈ ഒരു മീഷോയിൽ നിന്നും അങ്ങനെയുള്ള അത്യാവശ്യം നമുക്ക് എപ്പോഴും ഇടേണ്ട സാധനങ്ങളല്ലോ. മീഷോ എന്നൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പിന്നെ ഈ ഒരു ഓവർ റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കടുപ്പമാണ്. കാരണം വെച്ചാൽ അങ്ങനെ ഉണ്ടായിരിക്കാം. റേറ്റ് ഇടുമ്പോഴത്തേക്ക് അത് അനുസരിച്ചിട്ട് ആ ഒരു പ്രോഡക്റ്റിന് അനുസരിച്ചിട്ടുള്ള മാത്രം റേറ്റ് ഇടാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ചില ആൾക്കാർ കണ്ട് മനസ്സിലാക്കിയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കത് പെട്ടെന്ന് ഇത് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത് നമ്മൾ അവിടെ നിന്ന് മേടിച്ചപ്പം ഇത്ര റേറ്റ് അതിനില്ലായിരുന്നല്ലോ, പിന്നെ എന്താ ഇവിടെ മാത്രം ഇത്ര റേറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരും. അപ്പം നമ്മൾ ആ ഒരു കൊടുക്കുന്നതിൻ്റെ റേറ്റ് മാക്സിമം എത്രയാണ് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് ആവശ്യം അത് മാത്രം എടുക്കുക. അതിനപ്പുറം എടുക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ആ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റുകളൊക്കെ ഇട്ടാൽ നന്നായിരിക്കും. എന്തായാലും ഒരു കസ്റ്റമർ പരാതി പറഞ്ഞാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല, അവരുടെ സ്റ്റാഫുകൾ മുന്നത്തത് അങ്ങനത്തെ ആയിരുന്നു, അതുകൊണ്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ഇട്ട് വരാം. അതിൽ ടാറ്റ.